നമസ്കാരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ജയിച്ച പരമ്പരയിൽ 2-0 മുന്നിലെത്താനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നത്. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന് വമ്പൻ വിജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും രണ്ടാം T20ക്ക് ഇറങ്ങുന്നത്. എന്നാൽ രണ്ടാം മത്സരത്തിന് തൊട്ടു മുൻപ് ഇന്ത്യക്ക് ഒരു മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ടീമിന്റെ യുവ ഓപ്പണറായ അഭിഷേക് ശർമ്മ രണ്ടാം T20ക്ക് ഉണ്ടാകില്ല എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരിശീലനത്തിനിടെ അഭിഷേകിന് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹം പരിശീലനം നിർത്തി കളം വിട്ടിരുന്നു. പരിക്ക് ഗുരുതരമല്ല എങ്കിലും ഒരു മത്സരത്തിൽ വിശ്രമം വേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ടീം വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ വരുന്നത്. അഭിഷേകിന്റെ അഭാവം ഇന്ത്യക്ക് കടുത്ത തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ്. പരിശീലനത്തിനിടെ അഭിഷേകിന്റെ കാൽക്കുഴയ്ക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുള്ളത്. കാല് തെന്നി മടങ്ങിയതോടെ താരം മൈതാനത്ത് വീഴുകയായിരുന്നു. പിന്നാലെ ഫിസിയോ എത്തി പരിശോധിച്ച ശേഷം വേദനയോടെയാണ് താരം കളം വിട്ടത്. ആദ്യ മത്സരത്തിൽ 20 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ അഭിഷേക് ബാറ്റിംഗ് വെടിക്കെട്ടാണ് കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ ജയം വേഗത്തിലാക്കാൻ അഭിഷേകിന്റെ പ്രകടനം സഹായിക്കുകയായിരുന്നു. 34 പന്തിൽ 5 4ഉം 8 6ഉം ഉൾപ്പെടെ 79 റൺസാണ് അഭിഷേക് അടിച്ചെടുത്തത്. സഞ്ജു സാംസണൊപ്പം മികച്ച കൂട്ടുകെട്ടുണ്ടാക്കുന്ന അഭിഷേകിന്റെ അഭാവം ഇന്ത്യക്ക് നികത്താനാകാത്ത വിടവായിരിക്കുമെന്ന് ഉറപ്പാണ്. ഓപ്പണിംഗ് ഇറങ്ങി ഭയമില്ലാതെ റൺസ് ഉയർത്തുന്നയാളാണ് അഭിഷേക്. രണ്ടാം മത്സരത്തിൽ വിശ്രമം അനുവദിച്ചാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ കളിക്കാൻ താരത്തിന് സാധിച്ചേക്കും. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ അഭിഷേകിന് വിശ്രമം നൽകാൻ സാധ്യത ഏറെയാണ്. അഭിഷേക് ശർമ്മയ്ക്ക് കളിക്കാൻ സാധിക്കാതെ വരുമ്പോൾ സഞ്ജു സാംസണിനൊപ്പം ഓപ്പണറായി ആര് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യ നിലവിൽ ബാക്കപ്പ് ഓപ്പണർമാരെ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിനൊപ്പം ഓപ്പണറായി തിലക് വർമ്മ എത്തിയേക്കുമെന്നാണ് വിവരം. ഇടം കൈൻ ബാറ്ററായ തിലക് വർമ്മ ആദ്യ മത്സരത്തിൽ 4ാം നമ്പറിലാണ് കളിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 3ാം നമ്പറിൽ ഇറങ്ങി 2 തുടർ സെഞ്ചുറികൾ നേടാൻ തിലകിന് സാധിച്ചിരുന്നു. ഓപ്പണറായി ഇറങ്ങുമ്പോൾ തിലകിന് വീണ്ടും മിന്നിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. കടന്നാക്രമിച്ച് കളിക്കാൻ ശേഷിയുള്ള ബാറ്ററാണ് തിലക് വർമ്മ. ഓപ്പണറായി കളിച്ച അനുഭവ സമ്പത്ത് കുറവാണെങ്കിലും ടോപ്പ് ഓർഡറിൽ കളിക്കാൻ ആഗ്രഹമുള്ള താരത്തിൽ നിന്ന് വലിയ പ്രകടനം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പുതിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനൊപ്പവും മിന്നിക്കാൻ സഞ്ജു സാംസണ് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. രണ്ടാം T20യിലും മുഹമ്മദ് ഷമി കളിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 14 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ ഷമി ആദ്യ മത്സരത്തിൽ കളിക്കും എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലാത്ത കാരണത്താൽ തഴയപ്പെടുകയായിരുന്നു. രണ്ടാം T20യിലും ഷമി ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ല എന്നാണ് വിവരം. 100% ഫിറ്റ്നസിലേക്ക് എത്താൻ ഷമിക്ക് സാധിച്ചിട്ടില്ല. കൂടാതെ ചെന്നൈയിലാണ് മത്സരം എന്നതിനാൽ ഇന്ത്യ സ്പിന്നിന് പ്രാധാന്യം നൽകിയാകും ടീമിനെ ഇറക്കുക. അതുകൊണ്ട് തന്നെ ഷമി കളിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. അർഷ്ദീപ് സിംഗിനൊപ്പം ഹർദിക് പാണ്ഡ്യയെ തന്നെ ന്യൂ ബോളിൽ പ്രതീക്ഷിക്കാം. ഇന്ത്യക്ക് മികച്ച റെക്കോർഡ് ചെന്നൈയിൽ ഉണ്ട് എങ്കിലും ജയം എളുപ്പമാകില്ല എന്ന് ഉറപ്പാണ്. ആദ്യ മത്സരം തോറ്റുവെങ്കിലും ഇംഗ്ലണ്ട് ശക്തമായ നിര തന്നെയാണ്, എഴുതി തള്ളാൻ സാധിക്കില്ല. ഏറ്റവും മികച്ച T20 ടീം എന്ന നിലയിലും ഇംഗ്ലണ്ട് ഇപ്പോൾ കസറുകയാണ്. പക്ഷേ ആദ്യ മത്സരത്തിലെ ഒരൊറ്റ തോൽവി കൊണ്ട് മാത്രം ഇംഗ്ലണ്ടിനെ വിലയിരുത്താനാകില്ല. എന്തായാലും ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20യിൽ ആര് ജയിക്കുമെന്നൊരു കാര്യം പ്രവചനാതീതമാണ്.